നമസ്കാരം, ചന്ദ്രാബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നത് പോലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് ജൂൺ മാസത്തിലെ മൊത്തം മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പദ്ധതികളും കാര്യങ്ങളും അപ്പോയിന്റ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും അവാർഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറുതായിട്ട് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ പറഞ്ഞിട്ടുണ്ടാവും, അത് പറഞ്ഞു പോകും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ. ഒത്തിരി ഉണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് നേർവഴി. എന്താണ്? നേർവഴി എന്നാണ് കേട്ടോ. എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയുടെ പേര് നേർവഴി എന്നാണ് കേട്ടോ. ലഹരി വിരുദ്ധത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ച് നേരായ വഴിയിലൂടെ നടത്തുന്നു എന്ന് ഓർത്താൽ മതി. അപ്പോ നേർവഴി എന്ന് കിട്ടും. പിന്നെ അധ്യാപകരെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ചിന്തകൾ വളർത്താൻ സഹായിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഒരുപാട് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരായിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എക്സൈസ് വകുപ്പുകളാണ് ഇത് കൂടുതൽ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അത് ലഹരിക്ക് എതിരായിട്ട് നമ്മൾ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണമാണ് നേർവഴി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒത്തിരി ഇതുപോലത്തെ ഒരുപാട് പദ്ധതികളുണ്ട്, ഞാൻ വഴിയെ പറയാം. അതുപോലെ ഒരു പദ്ധതിയാണ് വിമുക്തി കേട്ടോ. അതും എക്സൈസ് വകുപ്പിന്റെയാണ്. ലഹരി വർജന മിഷനാണ്. എക്സൈസ് വകുപ്പിന്റെ കൂടുതലും ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആയിരിക്കും. അപ്പൊ എന്താണ്? വിമുക്തി എന്നാണ് പേര്. അടുത്ത് ബോൺ നമ്പേഴ്സ്. കുട്ടികളിലെ മദ്യപാനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് എന്ത്? ബോൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പേര് വാത്മീക് താപ്പർ എന്നാണ്. എന്താണ് പേര്? വാത്മീക് താപ്പർ എന്നാണ് പേര്. ഓക്കെ. അദ്ദേഹം 1988 വന്യജീവി സംരക്ഷണത്തെ രത്തൻപൂർ ഫൗണ്ടേഷൻ, രത്തൻപൂർ നാഷണൽ പാർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട് വന്യജീവി സംരക്ഷണത്തിന് ഊന്നൽ നൽകി കടുവ സംരക്ഷണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകി. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താ ടൈഗർ മാൻ എന്ന് പറയുന്നത്. പേരെന്താണ്? വാത്മീക് താപ്പർ എന്നാണ് പേര്. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യ ലൈറ്റ് ട്രാം പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നഗരം ഏതാണെന്നാണ്. ലൈറ്റ് ട്രാം പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു ഗതാഗത സംവിധാനമാണ് ലൈറ്റ് ട്രാം. അപ്പൊ രാജ്യത്തെ ആദ്യ ലൈറ്റ് ട്രാം പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചിയിലാണ്. എന്താണ്? കൊച്ചിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ലൈറ്റ് ട്രാം പദ്ധതി വരുന്നത്. ഇതൊരു ആധുനിക ഗതാഗത സംവിധാനമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു സംവിധാനമാണ്. എന്താണ്? ഈ വാഹനം ട്രെയിനിന്റെ മാതൃകയിൽ 3 കോച്ചുകളായിട്ട് 240 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് എന്ത് പറയുന്നത്? ലൈറ്റ് ട്രാം പദ്ധതി എന്ന് പറയുന്നത്. അത് കൊച്ചിയിലാണ് വരുന്നത്. അടുത്ത് 2024 ഉള്ളൂർ അവാർഡിന് അർഹയായത് ആരെന്ന് ചോദിച്ചാൽ മഞ്ജു വെള്ളായണിയാണ്. കൃതിയുടെ പേര് ജലജമന്തികൾ. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം നൽകുന്നത് ഉള്ളൂർ സ്മാരക സമിതിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം. കുടുംബശ്രീയുടെ കാർഷിക സംരംഭങ്ങൾക്ക് സാങ്കേതിക പിന്തുണയും വനിതാ കർഷകർക്ക് സ്ഥിര വരുമാന ലഭ്യതയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പ്രോഗ്രാമിന്റെ പേരാണ് കെ ടാപ്പ്. എന്താണ്? കെ ടാപ്പ് എന്നാണ് കേട്ടോ. കേരള ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ടെക്നോളജി കോൺക്ലേവിന് വേദിയാകുന്നത് എവിടെയാണ്? കാക്കനാടാണ്. അപ്പൊ കെ ടാപ്പ് എന്നാണ് അതിന്റെ കുടുംബശ്രീയുടെ സംരംഭങ്ങളുടെ ഒരു സാങ്കേതിക പിന്തുണ നൽകുന്ന പ്രോഗ്രാമിന്റെ പേര് കെ ടാപ്പ് എന്നാണ് കേട്ടോ. എന്ന് വെച്ചാൽ കേരള ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം. അടുത്ത 2025 ജൂണിൽ വ്യവസായ സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ CII എന്ന് പറയും, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, അതിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരെന്ന് വെച്ചാൽ രാജീവ് മേമാനി എന്നാണ്. രാജീവ് മേമാനി എന്നാണ് പേര്. ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ ചെയർമാൻ ആയിരുന്നു. കാർഷിക വികസന ക്ഷേമ വകുപ്പ് ലോകബാങ്ക് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. എന്താണ്? കേര എന്നാണ്. കാർഷിക വികസന ക്ഷേമ വകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കേര എന്നാണ്. കേരള ക്ലൈമറ്റ് റെസിലിയൻ അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പദ്ധതി, അതാണ് അതിന്റെ പദ്ധതിയുടെ പേര് കേട്ടോ. കേര പദ്ധതിക്ക് വേണ്ടി കാർഷിക വികസന ക്ഷേമ വകുപ്പ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് റബ്ബർ ബോർഡും സ്പൈസസ് ബോർഡും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. പദ്ധതിയുടെ പേര് കേരയാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ അത് പഠിക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് അതിന്റെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ആ പേര് മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. കേന്ദ്ര സർക്കാർ നിതി ആയോഗിന്റെ സഹകരണത്തോടെ ഡൽഹിയിൽ സെപ്റ്റംബറിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ഉച്ചകോടിയിൽ ആയുഷിന്റെ നോഡൽ സംസ്ഥാനമാകുന്നത് കേരളമാണ് കേട്ടോ. എന്താണ്? നിതി ആയോഗിന്റെ സഹകരണത്തോടുകൂടെ
ഡൽഹിയില് സെപ്റ്റംബറിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ഉച്ചകോടിയിൽ ആയുഷിന്റെ നോഡൽ സംസ്ഥാനമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കേരള ആണ് കേട്ടോ. സിവിൽ വർക്ക്, മോണിറ്ററിംഗ് സോഫ്റ്റ്വെയർ, HR മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, മെഡിസിൻ പ്രൊക്യൂർമെന്റ് സോഫ്റ്റ്വെയർ എന്നിവ നടപ്പിലാക്കിയതാണ് നേട്ടത്തിന് കാരണം. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ ആയുഷിന്റെയും നിതി ആയോഗിന്റെയും കാര്യം പറഞ്ഞത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോവുകയാണ്. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ഇന്ത്യൻ വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളെല്ലാം കൂടി ഉൾപ്പെടുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ആയുഷ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് നിതി ആയോഗാണ്. അപ്പൊ നിതി ആയോഗ് നമുക്കറിയാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം. നിതി ആയോഗ് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അത് സ്ഥാപിച്ചത് എന്നു വെച്ചാൽ ജനുവരി 1, 2015 അതിന്റെ ആസ്ഥാനം വരുന്നത് എന്നാണ് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, റാഫേൽ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ സ്വന്തമാക്കുന്ന ടെന്നീസ് താരത്തിന്റെ പേര് എന്ന് വെച്ചാൽ നൊവാക് ജോക്കോവിച്ച് ആണ്. സെർബിയൻ താരമാണ്. റാഫേൽ നദാലിന് ശേഷം ഫ്രഞ്ച് ഓപ്പണിൽ 100 വിജയങ്ങൾ നേടുന്നത് ആരെന്ന് വെച്ചാൽ നൊവാക് ജോക്കോവിച്ച് ആണ്. അടുത്ത 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, ഇമ്പോർട്ടന്റ് ആണ്, ചെനാബ് ബ്രിഡ്ജ് എന്നാണ് പേര്. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ആണ് ഉയരത്തിലുള്ളത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. കാശ്മീർ താഴ്വരയിലെ ഇന്ത്യയിലെ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണിത്. നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പേര് ചെനാബ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. ഓക്കെ, റോക്കറ്റിന്റെ ശേഷി കൂട്ടുന്ന സെമി ക്രയോജനിക്കൽ വികസിപ്പിച്ചെടുത്തത് ആരെന്ന് വെച്ചാൽ ISRO ആണ്. എഞ്ചിന്റെ പേര് SC-2000 എന്നാണ്. 2027 LVM-3 റോക്കറ്റിലായിരിക്കും ആദ്യമായിട്ട് ഇത് പരീക്ഷിക്കുന്നത്. ഇതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് ദ്രവ ഓക്സിജനും റിഫൈൻഡ് മണ്ണെണ്ണയുമാണ്. വിക്ഷേപണ ഊർജം 2000 kN ആണ് കേട്ടോ. അപ്പൊ റോക്കറ്റിന്റെ ശേഷി കൂട്ടുന്ന സെമി ക്രയോജനിക്കൽ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ISRO ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉൽപാദനത്തിന് അനുമതി ലഭിച്ച കശുമാങ്ങയിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരാണ് അനുമതി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ ഉൽപാദനത്തിന് അനുമതി ലഭിച്ച കശുമാങ്ങയിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരാണ് കണ്ണൂർ ഫെനി എന്നാണ്. എവിടെയാണ് ഉൽപാദനം ആരംഭിക്കുന്നത്? പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ്. പ്രൈമറി സംഘങ്ങൾ മുഖേന കശുമാങ്ങ സംഭരിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. പേര് കണ്ണൂർ ഫെനി എന്നാണ്. അടുത്ത ചോദ്യം, 2025 ജൂണിൽ രാജ്യത്തെ മികച്ച വിജ്ഞാന കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വിജ്ഞാന കേന്ദ്രമാണ്? ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2021 കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ ജൈവ പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നു. ഫ്രണ്ട്സ് കോക്കനട്ട് എന്ന പേരിൽ നൈപുണ്യ വികസന പരിപാടി ആവിഷ്കരിച്ചത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് കേട്ടോ. ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. അടുത്തത് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത്തവണത്തെ തീമിന്റെതാണ് നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത്. ആതിഥേയത്വം വഹിച്ച രാജ്യം കൊറിയൻ റിപ്പബ്ലിക് ആണ് കേട്ടോ. കൊറിയൻ റിപ്പബ്ലിക് ആണ് ആതിഥേയത്വം വഹിച്ചത്. 2026 ആതിഥേയത്വം വഹിക്കുന്നത് അസർബൈജാൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 2 തണ്ണീർത്തടങ്ങളാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണ്. രാജസ്ഥാൻ ഫലോഡിയിലെ ഖിച്ചൻ, ഉദയ്പൂരിലെ മൈനാർ. മെനാറും ഖിച്ചനുമാണ് കേട്ടോ. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 91 ആണ് കേട്ടോ. അപ്പോ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയുടെ പേര് കൂടെ നമ്മൾ ഭൂപീന്ദർ യാദവ് എന്നാണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇത്തവണ അതായത് ഈ നമ്മുടെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് 2 തണ്ണീർത്തടങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൊത്തത്തിൽ ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 91 ആണ്. ഏതൊക്കെയാണ് ഈ 2 എണ്ണം എന്ന് വെച്ചാൽ ഖിച്ചൻ, എവിടുത്തെ? രാജസ്ഥാനിലെ ഖിച്ചൻ, ഉദയ്പൂരിലെ മെനാർ. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ വിദേശത്തേക്ക് അയച്ച സർവകക്ഷി സംഘങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങൾ എത്രയാണ്? 33. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം പഹൽഗാം ആക്രമണം നടന്നതിനെ
ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഓപ്പറേഷനാണ് സിന്ദൂർ എന്ന് പറയുന്നത്. അതിൽ 59 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സർവകക്ഷി സംഘത്തില് ആക്രമണം നടന്നത് 2025 ഏപ്രിൽ 22 ഓപ്പറേഷൻ സിന്ദൂർ 7 മെയ് 2025 ഓക്കെ. മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി 4 സംസ്ഥാനങ്ങളിലായി ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. എന്താണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി എന്നാണ്. മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനും ഭൂമി പുനഃസ്ഥാപിക്കുന്നതിനുമായി 4 സംസ്ഥാനങ്ങളിലായിട്ട് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതിയുടെ പേരാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി എന്ന് പറയുന്നത്. ഏതാണ് 4 സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹിയാണ് കേട്ടോ. അടുത്ത് 2025 ജൂണിൽ ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് ആരെച്ചാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. സ്ഥാപകൻ എന്താണ് അറിയാം, നമുക്ക് മുകേഷ് അംബാനിയാണെന്നറിയാം. എത്രാമതാണ് സ്ഥാനം എന്ന് വെച്ചാൽ 23ാമതാണ് റിലയൻസിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ ഒരു കമ്പനിയാണ്, 23ാം സ്ഥാനമാണ് കേട്ടോ. റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചാറ്റ് GPT മൊബൈൽ ഉപഭോക്താക്കൾ ഉള്ളത് എവിടെ തന്നെയാണ്? ഇന്ത്യയിൽ തന്നെയാണ്. അടുത്തത് 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. അതാണ് ജലസംഭരണികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിൻ ആണിത് കേട്ടോ. രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ പേര് ഭജൻലാൽ ശർമ്മയാണ്. ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മള് നോട്ട്സ് കൂടി പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത രാജ്യത്തെ ജനസംഖ്യയെ കുറിച്ചുള്ള സമഗ്ര വിവരശേഖരണം ലക്ഷ്യമിടുന്ന സെൻസസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണെന്ന് വെച്ചാല് 2027 മാർച്ച് 1 മുതലാണ്. 2027 മാർച്ച് 1 മുതലാണ് നമ്മുടെ സെൻസസ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളായ ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിടങ്ങളിൽ 2026 ഒക്ടോബർ 1 ആരംഭിക്കും. ലാസ്റ്റ് 2011 നമ്മുടെ സെൻസസ് നടന്നത്. പിന്നെ നമുക്ക് കൊറോണ ഒക്കെ ആയി നമുക്ക് സെൻസസ് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2027 മാർച്ച് 1 മുതലാണ് നമ്മുടെ സെൻസസ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം 2025 ബ്രിക്സ് ഉച്ചകോടി വേദിയാണ് കേട്ടോ. റിയോ ഡി ജനീറോ, ബ്രസീലിലാണ് റിയോ ഡി ജനീറോ. അപ്പൊ എന്താണ് 2026 നടക്കാനിരിക്കുന്ന ബ്രിക്സ് പാർലമെന്ററി ഫോറം അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഇന്ത്യയാണ് കേട്ടോ. അപ്പോ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എന്താണ്? റിയോ ഡി ജനീറോ. എവിടെയാണ്? ബ്രസീലിലാണ് കേട്ടോ. അടുത്ത 2025 ജൂൺ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലം അജിഗഡ് പാലം. എന്താണ്? അജിഗഡ് പാലം അങ്ങനെ വായിക്കാം. അജിഗഡ് പാലം 725.5 മീറ്റർ നീളമാണ് കേട്ടോ. ജമ്മു കാശ്മീരിലെ ഖത്ര, റിയാസി ജില്ലകൾ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യൻ റെയിൽവേക്കായുള്ള ആദ്യത്തെ കേബിൾ സ്റ്റേ പാലമാണിത്. ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് അതിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ അഞ്ചിഗഡ് പാലം. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം എന്ന് പറയുന്നത്, കേബിൾ സ്റ്റേ റെയിൽ പാലം എന്ന് പറയുന്നത് അഞ്ചിഗഡ് ആണ് കേട്ടോ. അഞ്ചിഗഡ് പാലം. അടുത്ത് 2025 ജൂണിൽ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയാണ് കേട്ടോ. തമിഴ്നാട്, ഉത്തർപ്രദേശ് 2, 3 സ്ഥാനം. കേരളത്തിന്റെ സ്ഥാനം 11 കേട്ടോ. അപ്പോ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തില് ഒന്നാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. കേരളം 11. അടുത്ത് ജൂണിന്റെ റിപ്പോർട്ട് പ്രകാരം RBIയുടെ റിപ്പോ നിരക്ക് എത്രയാണ്? 5.5% ആണ് കേട്ടോ. എന്താണ്? 6% ആയിരുന്നു, അതിൽ നിന്ന് 5.5% ആക്കി. CRR 3 ആയിട്ടുണ്ട്. നമ്മൾ കുറെ നാളായിട്ട് CRR 4 ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതെന്തായിട്ടുണ്ട്? 3 ആയിട്ടുണ്ട്. അടുത്ത 2025 ജൂണിൽ ആരംഭിക്കുന്ന ലഹരി ഉപയോഗം, ആക്രമണ വാസന എന്നിവയുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതിയാണ് കൂടേകാൻ കരുത്തേക. ഒത്തിരി ലഹരി വിരുദ്ധ പദ്ധതികളുണ്ട്. കാരണം ഇപ്പൊ കൂടുതലായിട്ട് ലഹരി ഉപയോഗം നടത്തുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് ഒത്തിരി പദ്ധതികൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ തന്നെ 2-3 പദ്ധതികൾ പഠിച്ചു കഴിഞ്ഞു. ഇതിപ്പോ 4ാമത്തെയാണ്. +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് കേട്ടോ. ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെയാണ്. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചത് എക്സൈസ് വകുപ്പിന്റെ ആയിരുന്നു. അടുത്ത UN സമുദ്ര സമ്മേളനം നടക്കുന്നത് നീസ് ആണ് കേട്ടോ. നൈസ് എന്നൊക്കെ നിങ്ങൾക്ക് വായിക്കാം. ഫ്രാൻസ് ആണ്. സമ്മേളനം നടന്നത് ജൂൺ 9 മുതൽ ജൂൺ 13 വരെയാണ്. ഫ്രാൻസിനൊപ്പം കോസ്റ്റോറിക്കയും ആതിഥേയ രാജ്യമാണ്. സുസ്ഥിര വികസന ലക്ഷ്യം 14 നടപ്പിലാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിനുള്ള സമ്മേളനം കൂടിയാണ്. അപ്പം സമുദ്ര സമ്മേളനം, ഓഷ്യൻ സമ്മേളനം എവിടെയാണ്? നീസ് അല്ലെങ്കിൽ നൈസ് എന്ന് വായിക്കാം. കറക്റ്റ് എങ്ങനെയാണ് പ്രൊനൗൺസ് എന്ന് അറിയില്ല. രാജ്യം ഫ്രാൻസ് ആണ് കേട്ടോ. അടുത്ത
ജൂണില് LICയുടെ CEO ആയി നിയമിതനായത് സത്പാൽ ബാനു. LICയുടെ CEO ആരാണ്? സത്പാൽ ബാനു ആണ്. MDയുടെയും CEOയുടെയും ചുമതല അദ്ദേഹം തന്നെയാണ് വഹിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സിദ്ധാർത്ഥ് മൊഹന്തി എന്നുള്ള പേരാണ്, അത് മാറ്റിയിട്ട് അതെന്ത് ചെയ്യുക, സത്പാൽ ബാനു എന്നുള്ള പേര് ആഡ് ചെയ്ത് വെക്കുക. 2025 ജൂണിലെ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏത് തന്നെയാണ്? ഇന്ത്യയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 146 കോടിയാണ് കേട്ടോ. എത്രയാണ്? 146 കോടി. നമ്മൾ ചൈനയാണ് വിചാരിച്ചത്, ചൈന 141 കോടിയാണ്. ഓക്കെ, രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്. അവസാനമായിട്ട് നടന്നത് 2011 ഞാൻ പറഞ്ഞു. 2027 അടുത്ത സെൻസസ് നടക്കുമെന്നും ഞാൻ പറഞ്ഞായിരുന്നു. അതവിടെ പറഞ്ഞിട്ടുണ്ട്, 2027 മാർച്ചിലാണ് നടക്കുന്നത്. ജാതി സെൻസസ് അവസാനമായി നടത്തിയത് 1931. അപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഇന്ത്യയിലാണ്, 146 കോടി. അപ്പൊ ഇനി സെൻസസ് കഴിഞ്ഞിട്ട് നമുക്കറിയാം എത്രയാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന്. അടുത്ത ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ്. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 പുരോഗതി വ്യക്തമാണ്, പക്ഷെ ഇനിയും ചെയ്യാനുണ്ട്, ശ്രമങ്ങൾ വേഗത്തിലാക്കാം. എന്താണ്? പുരോഗതി വ്യക്തമാണ്, പക്ഷെ ഇനിയും ചെയ്യാനുണ്ട്, ശ്രമങ്ങൾ വേഗത്തിലാക്കാം. അതാണ് നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത 2025 ജൂണിൽ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ് കേട്ടോ. കേരള സർവകലാശാലയിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. എന്തൊക്കെയാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ മനുഷ്യന്റെ അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ, പാത്രങ്ങൾ, ശംഖുകളുടെ ഭാഗങ്ങൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. എവിടുന്നാണ്? ഹാരപ്പൻ വാസസ്ഥലം. അടുത്ത ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ ജെൻഡർ അന്തര സൂചികയില്, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131. 64.4% സ്കോറുമായിട്ട് ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങൾ ഏറ്റവും പിന്നണിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. 146 രാജ്യങ്ങളുടെ കണക്കിലാണ് ഇത് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 2 സ്ഥാനം പിന്നിലായിട്ടുണ്ട്. 1ാം സ്ഥാനം ഐസ്ലാൻഡ്, നോർവേ, UK, ന്യൂസിലൻഡ് എന്നിവയാണ് റെസ്പെക്റ്റീവ്ലി ബാക്കിൽ വരുന്നത് കേട്ടോ. ഐസ്ലാൻഡ് ആണ് ഏറ്റവും മുന്നിൽ നിന്ന്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 131. 2025 ജൂണിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ദക്ഷിണാഫ്രിക്കയാണ്. 27 വർഷത്തിന് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക വിജയികളായത്. ആരെയാണ് തോൽപ്പിച്ചത്? ഓസ്ട്രേലിയയാണ് തോൽപ്പിച്ചിരുന്നത്. വേദി എവിടെയായിരുന്നു? ലണ്ടൻ ആയിരുന്നു. അടുത്ത ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ എക്സസൈസ് ശക്തി 2025 നടക്കുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ലാ കാവലറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനിക അഭ്യാസത്തിന്റെ പേര്? അത് നിങ്ങൾ ഓർത്തു വെക്കുക. പേരെന്താണ്? എക്സസൈസ് ശക്തി 2025 ആണ് കേട്ടോ. ജൂൺ 18 മുതൽ ജൂലൈ 1 വരെയാണ് നടക്കുന്നത്. അടുത്ത് ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ ഇസ്രായേൽ ചാരസംഘടന മൊസാദ്. നമ്മൾ മൊസാദ് എന്നൊരു ചാരസംഘടനയെ പറ്റി കേട്ടിട്ടുണ്ടോ? പത്രം വായിക്കുന്നവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോ നമ്മൾ സ്ഥിരമായിട്ട് യുദ്ധങ്ങളൊക്കെ നടന്നപ്പോ കേട്ട ഒരു വാക്കാണ് മൊസാദ് എന്ന് പറയുന്നത്. അടുത്തത് 2025 ജൂണിൽ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ് ഡേവിഡ് ബക്കാം. എന്ത് പദവിയാണ്? സർ പദവിയാണ്. കായിക മേഖലയിൽ ഒക്കെ കഴിവ് തെളിയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് എന്ത്? സർ പദവി. ആർക്കാണ് ലഭിച്ചത്? ഡേവിഡ് ബക്കാം. ഇന്ത്യയിലെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആർക്ക് വേണ്ടി? കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ നെല്ലിക്ക. അതായത് ലോകത്ത് എവിടെ നിന്നും 24 മണിക്കൂർ വിജ്ഞാനവും വിനോദവും അടങ്ങിയ പരിപാടികൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത 2025 ജൂണിൽ മെറ്റയുടെ ഇന്ത്യൻ മേധാവിയായി ചുമതലയേറ്റത് അരുൺ ശ്രീനിവാസനാണ്. ആരാണ്? അരുൺ ശ്രീനിവാസനാണ് കേട്ടോ. മെറ്റയുടെ ഇന്ത്യൻ മേധാവിയാണ്. ഓർത്തിരിക്കുക, മെറ്റയുടെ ഇന്ത്യൻ മേധാവി. അടുത്തത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 30-നാണ്. എവിടെയാണ് നടക്കുന്നത്? പുന്നമട കായലിലാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 30-നാണ് കേട്ടോ. ഓഗസ്റ്റ് 2ാം ശനിയാഴ്ചയാണ് വള്ളംകളി നടത്തിയിരുന്നത്. കാലാവസ്ഥ കാരണമാണ് ഇപ്പൊ എന്താണ് 30-ലേക്ക് മാറ്റുന്നത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമട കായലിലാണ്. ഓഗസ്റ്റ് 30-നാണ് നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ടെക്നോ സിറ്റിയിലാണ് കേട്ടോ. അതിനെ സഹായിക്കുന്നത് നബാർഡാണ്. ഇന്ത്യൻ വനിതാ
ഫുട്ബോൾ ടീമിൽ എത്തിയ മലയാളി വനിത, ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ എത്തിയ മലയാളി വനിതയാണ് പി മാളവിക കേട്ടോ. 1999 ശേഷം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ എത്തുന്ന ആദ്യ മലയാളിയാണ് ആര്? പി മാളവിക എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, പി മാളവിക. അടുത്തത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് അഖിൽ പി ധർമ്മജൻ, നോവൽ റാം കെയർ ഓഫ് ആനന്ദി. അപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എന്താണ് യുവ പുരസ്കാരം, ഓർത്തിരിക്കുക, യുവ പുരസ്കാരം കിട്ടിയത് അഖിൽ പി ധർമ്മജനാണ്. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടം, പെൻഗിനുകളുടെ വൻകരയിൽ. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. അടുത്ത ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടം, പെൻഗിനുകളുടെ വൻകരയിൽ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ ചിത്രശലഭ വന്യജീവി സങ്കേതമായി പുനർനാമകരണം ചെയ്യാൻ വന്യജീവി ബോർഡ് തീരുമാനിച്ച വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പൊ അതിനെങ്ങനെയാണ് മാറ്റുന്നത്? ചിത്രശലഭ വന്യജീവി സങ്കേതം എന്നാണ് മാറ്റുന്നത് കേട്ടോ. അങ്ങനെ പോവാണ് പുനർനാമകരണം ചെയ്യാനായിട്ട്. ഏതായിരുന്നു? ആറളം വന്യജീവി സങ്കേതമായിരുന്നു, അതിനെ മാറ്റി അവര് ചിത്രശലഭ വന്യജീവി സങ്കേതം എന്ന് മാറ്റുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്തിരിക്കുക. അടുത്തത് പാസ്പോർട്ട് സേവനങ്ങൾ പൗരന്മാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന സംവിധാനമാണ് മൊബൈൽ പാസ്പോർട്ട് സേവാ പദ്ധതി. അപ്പം അടുത്തിങ്ങനെ എത്തിക്കുന്നു എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം എന്താണ് മൊബൈൽ എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ പാസ്പോർട്ട് സേവനങ്ങൾക്ക് നമുക്ക് അടുത്ത് വീട്ടിൽ തന്നെ കിട്ടുന്നു. അപ്പൊ മൊബൈൽ ആണല്ലോ, അപ്പൊ ഇങ്ങനെ മൊബൈൽ ആംബുലൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ വീട്ടുപടിക്കൽ ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്തായാലും പാസ്പോർട്ട് എന്നൊരു വാക്ക് വരും, പാസ്പോർട്ട് സേവാ പദ്ധതി എന്നൊരു വാക്ക് വരും, അതിന്റെ കൂടെ മൊബൈൽ എന്ന് ചേർത്താൽ മതി. വീട്ടുപടിക്കൽ എത്തുന്നു, അതായത് കൊണ്ടുതരുന്നു എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് നെതർലാൻഡിലെ ഹേഗ് ആണ് കേട്ടോ. ഹേഗ് ആണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. ജൂൺ 24-25 തീയതികളിലാണ് എന്താണ് ഉച്ചകോടി നടന്നത്. ലോക മഴക്കാട് ദിനമായി ആചരിക്കുന്നത് ജൂൺ 22 എന്നാണ്. ജൂൺ 22-നാണ് ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആമസോൺ മഴക്കാടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങൾക്ക് അർഹരായവരാണ് പറയുന്നത്. ഇപ്പൊ 21 മുതൽ 23 വരെയുള്ള പുരസ്കാരങ്ങൾ ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ആ 3 പേരും നമ്മൾ പഠിക്കണം. ഓക്കെ, 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരമാണ് 21, 22, 23 പ്രഖ്യാപിച്ചിട്ടുണ്ട്, പഠിക്കുക. 21-ലേത് KG പരമേശ്വരൻ നായർ എന്നാണ്. 2022-ലേത് ഏഴാച്ചേരി രാമചന്ദ്രൻ, 2003-ലേത് N അശോകൻ. ഓക്കെ, പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ, ഒരുമിച്ച് പ്രഖ്യാപിച്ചതാണ്. അടുത്തത് ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയി ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ 23 ആണ്. എന്നാണ് ജൂൺ 23 തീം നോക്കുക. 2025-ലെ തീം ലെറ്റ്സ് മൂവ് ടുഗദർ ഫോർ മോർ മോട്ടിവേഷൻ കമ്മ്യൂണിറ്റി ആൻഡ് ജോയ്. 2004-ലെ തീം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. 2004-ലെ തീം എളുപ്പമാണ്, ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. ഇതിൽ ലെറ്റ്സ് മൂവ് ഉണ്ട്, ടുഗദർ ഫോർ മോർ മോട്ടിവേഷൻ കമ്മ്യൂണിറ്റി ആൻഡ് ജോയ് എന്നും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോ 1894 ജൂൺ 23-നാണ് ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ട് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളതും കൂടി പറഞ്ഞു പോകുന്നുണ്ട്, കണക്റ്റഡ് ഫാക്ട്സ്. അടുത്ത 2025-ലെ ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ആയതുകൊണ്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിക്കാൻ കാരണം. എന്താണ് ലോക പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് തമിഴ്നാടാണ്. നവംബർ 28 മുതൽ ഡിസംബർ 10 വരെയാണ് കേട്ടോ. ചെന്നൈയിലും മധുരയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി ഡൽഹിയാണ്. അപ്പൊ വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയെന്ന് വെച്ചാല് ഡൽഹിയാണ്. അംബാസഡർ കങ്കണ റാവത്താണ്. ഭാഗ്യചിഹ്നം വിരാജ് യങ് എലിഫന്റ് ആണ്. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ദേവേന്ദ്ര ജജാരിയ എന്നാണ് കേട്ടോ. അടുത്ത് ചെറി ബ്ലോസം ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് എന്നാണെന്ന് വെച്ചാല് നവംബർ 14 മുതൽ 15 വരെയാണ് കേട്ടോ. നവംബർ 14, 15 2025 നടക്കുന്നത് മേഘാലയയിലാണ്. മേഘാലയയുടെ മുഖ്യമന്ത്രി ആരാണ്? കോൺറാഡ് കെ സഗ്മയാണ് കേട്ടോ. കോൺറാഡ് സഗ്മ. 2025 ജൂണിൽ ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കരീബൻ ദ്വീപായ ഗ്വാഡലൂപ്പിൽ
യുവതിയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് ഗ്വാഡ നെഗറ്റീവ് കേട്ടോ. ഈ രക്തഗ്രൂപ്പുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഈ യുവതി. ഗ്വാഡ നെഗറ്റീവ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ 15 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇതിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഈ രക്തഗ്രൂപ്പുള്ള ഒരേ ഒരാളെ ഉള്ളൂ. അതിന്റെ പേര് ഗ്വാഡ നെഗറ്റീവ് എന്നാണ്. എവിടെയാണ്? കരീബൻ ദ്വീപായ ഗ്വാഡലൂപ്പിലാണ് കേട്ടോ. 2025 ഓഗസ്റ്റിൽ സിനിമാ കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരമായിരിക്കും. ഒബ്വിയസ്ലി നമ്മൾ സിനിമയുടെ എല്ലാം തിരുവനന്തപുരത്താണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട. തിരുവനന്തപുരം ആണ്. സിനിമാ വ്യവസായ പദവിയിലേക്ക് ഉയർത്തും, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു സംവിധാനം ഒരുക്കും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പഠിക്കേണ്ട. നമുക്ക് കോൺക്ലേവ് എവിടെയാണ്? തിരുവനന്തപുരം എന്ന് ഓർത്തിരിക്കുക. 2025 ജൂണിൽ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ്? വിജ്ഞാൻ ഭവൻ ന്യൂഡൽഹിയിലാണ്. സമ്മേളനം നടന്നത് ജൂൺ 24-നാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമി രചിച്ച പുസ്തകങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരു ആൻഡ് മഹാത്മാഗാന്ധി. എളുപ്പമാണ്. ശ്രീനാരായണ ഗുരു ആൻഡ് മഹാത്മാഗാന്ധി. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം അതുമായിട്ട് പറയുന്നത്. അപ്പൊ വിജ്ഞാൻ ഭവൻ ന്യൂഡൽഹിയിലാണ് കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം നടന്നത്. ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാവാൻ ശുഭാംശു ശുക്ല പുറപ്പെട്ടതെന്നാണ് ജൂൺ 25-നാണ് 12:01 PM ഉച്ചയ്ക്ക്. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, നാസയുടെ മുൻനിര ബഹിരാകാശ സഞ്ചാരികൾ ഒരാള പെഗ്ഗി വിറ്റ്സൺ, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് വിസ്നീസ്കി, ഹംഗറിയുടെ ടിബോർ കാപ്പോ എന്നിവരാണ് പുറപ്പെട്ടത്. പേരുകൾ ഓർത്തിരിക്കുക. ശുഭാംശു ശുക്ല, പെഗ്ഗി വിറ്റ്സൺ, ടിബോർ കാപ്പു, സ്ലാവോസ് വിസ്നീസ്കി. കുറച്ച് പാടാണ്, എങ്കിലും ഓർത്തിരിക്കുക. അപ്പൊ എന്നാണ് പോയത്? ജൂൺ 25-ന് ഉച്ചയ്ക്ക് 12:01-നാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അങ്ങനെ വായിക്കാം. ഒരുവിധം നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ട് അത് അറിയായിരിക്കും. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും ഓർത്തിരിക്കുക കേട്ടോ. ആക്സിയം സ്പേസ് ഇന്റർനാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, അതായത് നാസയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയും എന്നിവിടെ സംയുക്തമായിട്ട് നടത്തുന്ന ആക്സിയം 4 എന്ന ബഹിരാകാശ ദൗത്യം നടത്തുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഡ്രാഗൺ ബഹിരാകാശ പേടകവുമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39-ൽ നിന്നാണ് പോയത്. 39A-യിൽ നിന്നാണ് പോയത്. അപ്പം അതുമായിട്ട് ഇപ്പൊ ശുഭാംശു ശുക്ല അത് പോയത് കൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് നോക്കുന്നതേ ഉള്ളൂ. ഇത് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യാം, ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യാം. അപ്പൊ അത് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വരുന്നത് ജൂൺ 26-നാണ്. ടുവാർഡ്സ് എ സേഫർ ഡ്രഗ് ഫ്രീ ഫ്യൂച്ചർ, സുരക്ഷിതമായ മയക്കുമരുന്ന് രഹിത ഭാവിയിലേക്ക്. എന്താണ്? സുരക്ഷിതമായ മയക്കുമരുന്ന് രഹിത ഭാവിയിലേക്ക് എന്നാണ് അതിന്റെ പ്രമേയം എന്ന്. 2024 ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, അങ്ങനെയായിരുന്നു. അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ ഭാഗമായി വിശിഷ്ടാംഗത്വം ഫെലോഷിപ്പ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഏഴാച്ചേരി രാമചന്ദ്രനും KV രാമകൃഷ്ണനുമാണ് കേട്ടോ. ബാക്കിയുള്ള ഇത് ഞാൻ, അതായത് എല്ലാം കിട്ടിയ അവാർഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം ആവശ്യമില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ചെറുകഥകളും ഒക്കെ ചോദിക്കാറില്ല. എങ്കിൽ കൂടി ഇനി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് കേട്ടോ. അപ്പൊ 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡുകൾ ഇത് PKN പണിക്കർ, പിന്നെന്താണ് MA നാരായണൻ, TK ഗംഗാധരൻ, KEN മല്ലിക യുനീസ്. അടുത്ത അക്കാഡമി കവിതയ്ക്ക് കിട്ടിയത് അനിത തമ്പി. ഏത് കവിതയ്ക്കാണെന്ന് വെച്ചാൽ മുരിങ്ങ വാഴക്കറിവേപ്പ്. അടുത്ത നോവലിന് കിട്ടിയത് GR ഇന്ദുഗോപൻ. കൃതി ആനോ. ചെറുകഥ കിട്ടിയത് V ഷിനിലാലിന്. ഗാരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയാണ് കൃതിയുടെ പേര്. നാടകം ശശിധരൻ നടുവിൽ കിട്ടിയത് ശശിധരൻ നടുവിൽ. അതിന്റെ പേര്, നാടകത്തിന്റെ പേര് പിത്തളശലഭം. യാത്രാവിവരണം KR അജയൻ. യാത്രാവിവരണത്തിന്റെ പേര് ആരോഹണം ഹിമാലയം. ബാലസാഹിത്യം കിട്ടിയത് EN ഷീജ. ഏത് കൃതിക്കാണ്? അമ്മാനമുള്ള കളിവുകൾ. ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞു വെച്ചാൽ ഇത് നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക് വെച്ച് ചെയ്യും. അപ്പൊ അത് പഠിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഇത് ഈ മാസത്തെ, അതായത് കഴിഞ്ഞ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ പറയുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി എല്ലാം സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിങ്ങനെ മൊത്തത്തിൽ എഴുതി വെച്ചിരുന്നാലും മനസ്സിലാവില്ല. സെപ്പറേറ്റ് നമുക്ക് പഠിക്കാം.
ഇന്ത്യയിലെ കൗമാരക്കാരായ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള സംരംഭമാണ് നവ്യ എന്ന് പറയുന്നത് കേട്ടോ. 16-18 പ്രായമുള്ള കുറഞ്ഞത് 10ാം ക്ലാസ് യോഗ്യതയുള്ള പ്രത്യേകിച്ച് പാരമ്പര്യേതര ജോലികളിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നവ്യ എന്ന് പറയുന്നത്. 2025 ഷാങ്ഹായ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SCOയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? ചൈനയാണ്. ചൈന തന്നെയാണ് കുറച്ച് നാളായിട്ട് വഹിക്കുന്നത്. സോ അതുകൊണ്ട് അത് മാറ്റമൊന്നുമില്ല, 5ാം തവണയാണ്. ഉച്ചകോടി നടക്കുന്നത് ടിയാൻജിൻ, ചൈനയിൽ തന്നെയാണ് 2025. അടുത്ത 2025 ജൂണിൽ രാജ്യത്തെ മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. കാശ്മീരിലെ ഡച്ചിങ്ഹാം ദേശീയ ഉദ്യാനത്തോടൊപ്പമാണ് പുരസ്കാരം പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ ഇരവികുളം, ജമ്മു കാശ്മീരിലാണെങ്കിൽ ഡച്ചിങ്ഹാം. അപ്പൊ ഇവർക്ക് ഈ 2 ദേശീയോദ്യാനത്തിനായിട്ടാണ് മികച്ചതായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അടുത്ത ഉസ്ബെക് ചെസ് മാസ്റ്റേഴ്സ് കിരീടം നേടി ഇന്ത്യയുടെ 1ാം നമ്പർ താരമായി മാറിയതാണ് R പ്രഗ്യാനന്ദ. ലോകത്തെ നമ്പർ 4ാം താരമാണ് അദ്ദേഹം. അടുത്ത കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തെ ചരക്ക് സേവനങ്ങളുടെ സംഭരണത്തിനായി നടപ്പിലാക്കിയ ദേശീയ പൊതു സംഭരണ പോർട്ടലിന്റെ പേരാണ് ജം അല്ലെങ്കിൽ ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയും. 2025 ജൂണിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അല്ലെങ്കിൽ റോയുടെ പുതിയ ചുമതല ഏറ്റതാരെന്ന് വെച്ചാൽ പരാഗ് ജെയിൻ ആണ്. ആരാണ്? പരാഗ് ജെയിൻ ആണ്. 2 വർഷത്തേക്കാണ് നിയമനം കേട്ടോ. വിരമിക്കുന്നത് രവി സിൻഹയാണ്. അപ്പൊ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മേധാവി പരാഗ് ജെയിൻ ആണ്. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി രാജസ്ഥാനാണ് കേട്ടോ. നവംബറിലാണ് ജയ്പൂരിൽ വെച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. 5ാമത്തെയാണ്. പിന്നെന്താണ് നമ്മുടെ കേന്ദ്ര സ്പോർട്സ് വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ജൂൺ മാസത്തെ മെയിൻ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ പറയുന്നത്. ബാക്കിയുള്ളത് ഇപ്പൊ കേന്ദ്ര സാഹിത്യം, കേരള സാഹിത്യ അക്കാദമി അവിടെയൊക്കെ സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് ചെയ്യും. അതുപോലെ ഈ നമ്മുടെ സ്പേസിന്റെ കാര്യമൊക്കെ ശുഭാംശു ശുക്ല അതും ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യാം. അല്ലാതെ ഇത് നമുക്ക് പറഞ്ഞു തീരത്തില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതെന്ത് ചെയ്യാം, സ്പീഡിലാണ് പോയത്, നിങ്ങൾക്ക് ഒത്തിരി ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.